വിമലേ അംബികെ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. നിന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ, കൈക്കൊള്ളണമേ തായേ നീ. വിമലേ അംബികെ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. ആഴലാവാഴിയിൽ ആഴാതെന്നെ അലിവെഴുമമ്മേ കാത്തരുൾക. ആഴലാവാഴിയിൽ ആഴാതെന്നെ അലിവെഴുമമ്മേ കാത്തരുൾക. കൃപയുടെ കതിരുകൾ ചൊരിയണമേ. പാപക്കരിനിഴൽ വീശും നേരം കൃപയുടെ കതിരുകൾ ചൊരിയണമേ. വിമലേ അംബികെ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. നിന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ, കൈക്കൊള്ളണമേ തായേ നീ. ആവേ മരിയ. വണക്കമാസത്തിൻ്റെ ഇന്നേ ദിവസം പ്രത്യേകം നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മ സ്വർഗാരോപണം ചെയ്തു എന്നുള്ള വലിയ ദിവ്യരഹസ്യത്തെ കുറിച്ചാണ്. മാതാവിനെ ശരീരം ഈ ലോകത്തിൽ അഴുകുവാനായിട്ട് അവൻ അനുവദിച്ചില്ല. ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനായിട്ട് ദൈവം തിരുമനസ്സായെന്നുള്ള ഒരു വിശ്വാസ സത്യത്തിൻ്റെ ഒരു പ്രഘോഷണം ഇന്ന് ഈ വണക്കമാസത്തിലുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു വിശ്വാസ സത്യം പ്രഘോഷിക്കപ്പെടണം, എന്തുകൊണ്ട് നമ്മളതിനെ വിശ്വസിക്കണമെന്നുള്ള ചോദ്യത്തിന് ഒരു മാനുഷിക യുക്തിയിലും നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് ഉത്തരം വളരെ വ്യക്തമാണ്. ഈ ലോകത്തിലേക്ക് ദൈവം കടന്നു വരാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തി, ഒരുപക്ഷെ സ്വർഗം പോലും ഉറ്റുനോക്കിയിരുന്ന ഒരു സമയം പരിശുദ്ധ അമ്മ ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്തിനെ കുറിച്ച് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്ന സ്വർഗം പോലും ഒരു വ്യക്തിയെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു സമയമാണ്. കാരണം മാനുഷികമായ സ്വാതന്ത്ര്യം ദൈവം എല്ലാവർക്കും നൽകിയിട്ടുണ്ടല്ലോ. മാലാഖയുടെ ഈ അരുളപ്പാടുണ്ടാവുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാനായിട്ട് പരിശുദ്ധ അമ്മ തയ്യാറായപ്പോൾ സ്വർഗം സന്തോഷിച്ചു എന്നുള്ളതാണ്. ഈ ഒരു വണക്കമാസത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയണത് ഈ ലോകത്തിലല്ല നമ്മുടെ കിരീടവും നമ്മുടെ വിജയവും നമ്മുടെ രാജ്യവും എന്നുള്ളതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം എന്നൊക്കെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ആവർത്തിച്ച് പറയുകയും
അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങളിലെല്ലാം ഇതുപോലെ വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിൻ്റെ കിരീടം, ഈ ലോകത്തിൻ്റെ ഈ വാഗ്ദാനത്തിനനുസരിച്ചുള്ള പ്രത്യാശയിലുള്ള വാഗ്ദാനം എന്നൊക്കെ പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ ആ സഭയെ ഉദ്ബോധിപ്പിക്കുന്നതാണ് ഈ ലേഖനങ്ങളിലൊക്കെയും. ഇപ്പം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന ഒരു സ്വർഗീയ മഹത്വത്തിൻ്റെ സാന്നിധ്യത്തിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന സമൂഹത്തെ ഉദ്ബോധിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ലേഖനങ്ങളെല്ലാം. അതിനെ കർത്താവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് സംസാരിക്കുന്നു. ഉയർപ്പിൽ വിശ്വസിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണെന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു ലോക ജീവിതമല്ല ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ലക്ഷ്യമാകേണ്ടത് എന്ന് വളരെ ബോധ്യത്തോടെ പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം ദൈവ തിരുമുൻപിലെ പരിശുദ്ധ അമ്മയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഒരു വല്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. കാരണം ദൈവം എപ്പോഴും ഈ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 5:11, 12, 13 വാക്കുകളൊക്കെ വായിക്കുമ്പോൾ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയതാണെന്നൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആ സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നൊരു ലോജിക്ക് കർത്താവിൻ്റെ പ്രബോധനങ്ങളിലും അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം. അതായത് ഈ താലന്തുകളുടെ മുമ്പ് എല്ലാത്തിലും ഒരു മാത്തമാറ്റിക് ലോജിക്കുണ്ട് കർത്താവിന്. എത്ര താലന്ത് കിട്ടി, എത്ര സമ്പാദിച്ചു. അപ്പോൾ ഈ ഒരു കണക്ക് എടുപ്പ് കർത്താവിൻ്റെ തിരുമുമ്പിൽ എപ്പോഴും ഒരു കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്, ഒരു വിധിയുടെ ഒരു ദിവസമുണ്ടെന്ന് എപ്പോഴും ദൈവം ഓർമ്മപ്പെടുത്തുന്നതാണ്. അത് വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ വിധിക്കാൻ വരുമ്പോൾ എൻ്റെ ഇടവും ബലവും നിങ്ങളെ മാറ്റി നിർത്തും എന്നൊക്കെ പറയണത് ഈ ഒരു കുട്ടിക്കഥയായിട്ട് പറയണതല്ല. അതിന് ഒരു അന്തിമ വിധി ഉണ്ടാവും, അന്തിമ നാളിൽ ഞാൻ വരുമെന്നൊക്കെ പറയുന്നത് വിശ്വാസ സത്യമായിട്ട് നമ്മൾ ഓരോ വിശുദ്ധ ബലിയിലും പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം പരിശുദ്ധ അമ്മയെ മാത്രം നമ്മളിങ്ങനെ നോക്കുമ്പം ഈ ലോക ജീവിതത്തിൽ ക്രിസ്തുവിനെ ഈ ലോകത്തിന് നൽകുവാനായിട്ട് ഏറ്റവും അധികം പ്രയത്നിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവ തിരുമുൻപിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അത് വളരെ വലുതാണ്. കർത്താവിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉടമ്പടിയിലെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനകൾ ഇത്രയേറെ സാക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് കാരണമാകുന്നത്? അല്ലെങ്കിൽ ഈ ഇടത്ത് വന്ന് 1 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ പോലും അനുഭവങ്ങൾ കിട്ടുന്നു, ഇതിനകത്തോട്ട് കയറുമ്പോൾ പോസിറ്റീവ് എനർജി കിട്ടുന്നു, ഇതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എല്ലാ വിഷമങ്ങളും മാറുന്നു എന്നൊക്കെ പറഞ്ഞ് എത്രയേറെ പേര് അനുദിനം വന്ന് ഇവിടെ സാക്ഷ്യം പറയുകയും അല്ലെങ്കിൽ പരസ്പരം പറയുകയും ചെയ്യുന്നൊരിടമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഇടത്തെ ഇത്രത്തോളം ദൈവം എടുത്തുയർത്തുവാനായിട്ട് അല്ലെങ്കിൽ ദൈവം ഒരു സാന്നിധ്യം നൽകുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തതെന്നുള്ള ചോദ്യത്തിന് ഉത്തരവും ഈ ഇടത്തിൻ്റെ ചരിത്രം ആണ്. എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയെ ദൈവം സെലക്ട് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു ചരിത്രം അന്ന ജോവാക്കിം കാലഘട്ടം തൊട്ടിങ്ങനെ വായിച്ചു നോക്കണം. നമ്മളൊരു ഉദാഹരണം, നമ്മളൊരു ജോലിയിലേക്ക് ഒരാളെ സെലക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അയാളുടെ ഹിസ്റ്ററി ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. വേർ ഹി വാസ് വർക്കിംഗ്, വാട്ട് വാസ് ഹിസ് ക്യാരക്ടർ, കണ്ടൻറ്റ് ഓഫ് ഹിസ് ക്യാരക്ടർ, എബിലിറ്റീസ്, എക്സ്പെർട്ടീസ്. ഇങ്ങനെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പം അവന് കേംബ്രിഡ്ജിൽ അഡ്മിഷൻ കിട്ടി, അല്ലെങ്കിൽ ഓക്സ്ഫോർഡിൽ അഡ്മിഷൻ കിട്ടിയെന്ന് പറയുമ്പം അവൻ അത്രയും ക്വാളിഫൈഡ് ആണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ദൈവം ഒരാളെ തൻ്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് അതിൻ്റെതായ മാനദണ്ഡങ്ങൾ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, കൃപയിലുള്ളൊരു ജീവിതം. അപ്പോൾ ഈ ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം ഉടമ്പടിയിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള, ദൈവം വെച്ചിട്ടുള്ള ഈ ക്രൈറ്റീരിയ ഉണ്ടല്ലോ. അബ്രഹാത്തിനോട് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ മുമ്പിൽ വിശുദ്ധിയോടെ വ്യാപരിക്കണമെന്ന് പറഞ്ഞാൽ ആ ക്രൈറ്റീരിയ ഫുൾഫില്ല് ചെയ്യാനായിട്ടുള്ള കാൻഡിഡേറ്റുകളാണ് ഉടമ്പടി എടുക്കുന്നവർ. വളരെ വ്യക്തമായിട്ട് ലോജിക്കായിട്ട് മനസ്സിലാക്കുമ്പം ദൈവം വെച്ചിരിക്കുന്ന, അനുഗ്രഹത്തിന് വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ, എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളാം ദൈവം പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷത്തിൽ. അപ്പോൾ ഈ കൽപ്പനകൾ പാലിക്കുക എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ. നീ തോന്നിവാസം ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാം നൽകുന്നല്ല. അപ്പോൾ ഈ ഒരു എല്ലാത്തിലും നിങ്ങൾ ക്ഷമിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കാം, നിങ്ങൾ പരസ്പരം ക്ഷമിക്കുവാണെങ്കിൽ സ്നേഹിക്കുവാണെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്നറിയാം, നിങ്ങൾ എന്നെ ഏറ്റുപറയണം, ഞാൻ ഏറ്റുപറയും. ഇത് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ മനസ്സിലാക്കാതെ കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ട് അവസാന നിമിഷം സ്വർഗം അടിച്ചെടുക്കാം എന്നൊരു ഫിലോസഫിയും സൈക്കോളജിയും തിയോളജിയും ഒന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. അത് ഒരു പക്ഷേ ഈ കള്ളനെ കണ്ടുകൊണ്ട്, അതായത് കുരിശിൻ്റെ അപ്പുറേ കിടന്ന കള്ളൻ അവസാനം സ്വർഗം അടിച്ചെടുത്തൊരു സാഹചര്യം ഉണ്ട്. അവസാന നിമിഷത്തിൽ കർത്താവെന്ന് വിളിച്ചാലും കർത്താവ് കരുണാമയനാണ്, കരുണ നൽകും. പക്ഷെ നമ്മുടെ അവസാന നിമിഷം എപ്പോഴാണ്, ഇന്നാണോ അടുത്ത നിമിഷമാണോ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെന്ന് അറിയത്തില്ലല്ലോ.
കർത്താവ് എപ്പോഴും പറയണതാ, ഏത് സമയം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ മണവാളം വരാൻ വൈകും, മണവാളം വരുമ്പോൾ കയ്യിൽ തിരി ഉണ്ടാവണം, കള്ളനെ പോലെയാണ് വരണത്. ഈ ഒരു ഉപമകളെല്ലാം കർത്താവ് പറയണത് വെറുതെ ഇങ്ങനെ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. വ്യക്തമായിട്ട് കർത്താവ് പറയണത്, നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സമയത്ത് ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം ഇഫ് യു ആർ നോട്ട് പ്രിപ്പയർഡ്, അതിനുള്ള വിധി നിനക്കുണ്ടാവും എന്നുള്ളതാണ്. അവിടെ കരുണയ്ക്ക് സ്ഥാനമില്ലല്ലോ. അപ്പം ഈ ദൈവത്തിൻ്റെ മുൻപിലെ ഈ ഒരു ആസ്തി ഒരു വ്യക്തി ഇവിടെ കൂട്ടുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ ദിവസവും 10, 20, 22, 23 പേര് ഇങ്ങനെ പല നാടുകളിൽ നിന്നിങ്ങനെ സാക്ഷ്യം പറയാനായിട്ട് സെലക്ട് ചെയ്ത് ഇങ്ങനെ രാവിലെ തൊട്ട് കാത്തിരുന്ന് സാക്ഷ്യം പറയാം. ആ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുമ്പം വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാവും, അവർ 0 മെറിറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു പക്ഷേ വിശ്വാസം തന്നെ ഇല്ലാത്തവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന് അവർ പതുക്കെ പ്രാർത്ഥിച്ചു തുടങ്ങുന്നു, ദൈവത്തിനു മുമ്പിൽ ബൈബിൾ വായിക്കാൻ തുടങ്ങുന്നു, നന്മകൾ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ചെയ്ത് തുടങ്ങിക്കഴിയുമ്പം നമുക്കൊരു ക്രെഡിറ്റ് ഉണ്ടാവുമല്ലോ. നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ മകനായതുകൊണ്ട് ലഭിക്കുന്ന ഒരു ക്രെഡിറ്റ് ഉണ്ട്, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ അപ്പനെ നമ്മൾ അമ്മേനെ നമ്മൾ എന്ത് പറഞ്ഞാലും അമ്മ അവസാനം ചോറ് വിളമ്പി നമുക്ക് തരും. അത് അമ്മയുടെ ഗതികേടെന്നല്ല, അത് അമ്മയുടെ സ്നേഹമാണ്. പക്ഷെ അമ്മ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ നമ്മളിൽ നിന്ന്. അമ്മ നമ്മളോടൊപ്പം കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും ബഹുമാനവും ആദരവും ഒക്കെ കൊടുക്കുമ്പം അമ്മയ്ക്ക് ലഭിക്കുന്നൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ ദൈവത്തിന് മുൻപിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ മക്കളിൽ നിന്ന് ലഭിക്കുന്ന ഒരു 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 കടമയായിട്ട് മേടിച്ചെടുക്കുന്നതല്ലാതെ ദൈവത്തിനോട് ചേർന്ന് വളരാനായിട്ട് ശ്രമിക്കുന്നവരെ ദൈവം സെലക്ട് ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ ഉടമ്പടി സാക്ഷ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പം, അത് ചെറുപ്പക്കാരുടെ സാക്ഷ്യങ്ങളാണെങ്കിലും പരിശോധിക്കുമ്പം അത് ഓരോരുത്തർക്കും ഓരോ കണക്കിരിക്കും കേട്ടോ. ഇപ്പോൾ ഒരു പരമ്പരാഗതമായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ അടിസ്ഥാനപരമായിട്ടൊരു വിശ്വാസ ജീവിതമുള്ള ഒരാൾ ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പം അവർ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് കൂടുതൽ വെക്കേണ്ടി വരും. ഇപ്പോൾ ഇതുവരെ പള്ളിയില്ല, പട്ടക്കാരും ഇല്ല, ബൈബിളും ഇല്ല, നന്മയില്ല, ഒന്നുമില്ലാത്ത ഒരാൾ ഉടമ്പടി വരുമ്പോൾ അവർ ചെയ്യുന്ന ചെറിയ പ്രവർത്തനം അവർക്കൊരു ക്രെഡിറ്റ് നേടിക്കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ അതാണ് സാക്ഷ്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയോടെ പരിശോധിക്കുമ്പം നിങ്ങൾക്ക് കാര്യം വ്യക്തമാവും. അപ്പോൾ ഒരു ക്രെഡിറ്റും ഇല്ലാതെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് ഉടമ്പടിയിൽ വരുമ്പം നമുക്ക് ആസ്തി ഉണ്ടാവുകയാണ്. ആദ്യം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു, കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു, പരസ്പരം അനുരഞ്ജനപ്പെടാൻ തുടങ്ങുന്നു, ക്ഷമിക്കാൻ തുടങ്ങുന്നു, മറ്റുള്ളവരോട് ഇടപഴകാൻ തുടങ്ങണു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങണു. അപ്പോൾ ദൈവം തന്നെ നമ്മളിങ്ങനെ മുകളിൽ നിന്ന് എൻ്റെ സിംഹാസനം സ്വർഗത്തിലും എൻ്റെ പാദപീഠം ഭൂമിയാണെന്ന് പറയണ്ടല്ലോ. ദൈവം തന്നെ നമ്മളിങ്ങനെ നോക്കുകയാണല്ലോ. ഇപ്പം നമ്മുടെ പിള്ളേരെയൊക്കെ നമ്മൾ കുഞ്ഞി പിള്ളേരെ നടക്കാൻ വിട്ടിട്ട് ഇങ്ങനെ നോക്കുമല്ലോ, വീഴുന്നുണ്ടാ, അയ്യോ എന്തെങ്കിലും എടുത്ത് കഴിക്കുന്നുണ്ടാ, കഴിക്കരുതരാ എന്നൊക്കെ പറയണത് പോലെ ദൈവം നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഈ വിധവയുടെ കാണിക്കയൊക്കെ കർത്താവ് എടുത്ത് കാട്ടി എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ ദൈവം ഇങ്ങനെ നമ്മളെ ക്ലോസ് വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നറിയാനായിട്ട്. ദൈവഹിതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് 1-2 പ്രാവശ്യം അതൊരു ശീലമായിട്ട് മാറുമ്പോൾ ദൈവം ഇവിടെ കമ്പൽ ചെയ്യപ്പെടും. അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ദൈവം തിരഞ്ഞെടുത്ത ഒരു നാട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പം മേഘസ്തംഭമായിട്ടും അഗ്നിസ്തംഭമായിട്ടും ദൈവം അവിടെ കൂടെ വരും. അപ്പോൾ നമ്മൾ പറയുന്ന കണക്ക് ഫ്രണ്ടിലെ രാജാവായിട്ട് തന്നെ കുതിരപ്പുറത്ത് കയറി വരണമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഇസ്രായേൽക്കാർക്ക്. ദൈവം ഒരു ഉറപ്പുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ പറയുന്ന കണക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് മുമ്പിൽ വന്ന് നിന്ന് പാസ്സാക്കി തരണം, അങ്ങനല്ല. ദൈവം ഒരു കമ്മ്യൂണിക്കേഷനായിട്ടൊരു മാധ്യമം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും, ചിലപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ജപമാല ഭക്തിയായിരിക്കും. പക്ഷെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് ഉറപ്പ് പറയാനായിട്ടൊരു അടയാളം ദൈവം നമുക്ക് നൽകുമെന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഉടമ്പടിയിൽ സംഭവിക്കുന്നത് ഇതുപോലെ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ പരിശോധിച്ച് ശ്രദ്ധിച്ചാൽ മതി. അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുള്ള പ്രാർത്ഥനയുടെ സമയത്തിനെ കുറിച്ച് പറയും. ഇപ്പോൾ 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാഞ്ഞ ഒരാൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ 8 വർഷം കുഞ്ഞുങ്ങളുണ്ടാവും, ഇപ്പോൾ ഉണ്ടാവും, നാളെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവസാനം ഡോക്ടറിൻ്റെ ചെല്ലും പറയും കുഞ്ഞുങ്ങളുണ്ടാവത്തില്ലെന്ന്. അപ്പോൾ IVF ആണ് മാർഗം എന്നാണ് പറയാം. അപ്പം അവർ പറയും, അവർ ഇന്ന് ധന്യ എന്നാണ് പേര്, ഇന്ന് ആ സാക്ഷ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇവരിങ്ങനെ എല്ലായിടത്തും പോയല്ല. അപ്പോൾ ആരോ പറയും ഇവിടെ വന്ന കുഞ്ഞുങ്ങളെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇവർ തീരുമാനിക്കുക IVF ചെയ്തിട്ടൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണ്ട, ദൈവം തരുമെങ്കിൽ മതി. ഇത് ദൈവം തന്നില്ല, ഞങ്ങൾ പരസ്പരം സ്നേഹിച്ച് അവസാനം വരെയും ജീവിക്കാം. എന്നിട്ട് ഇവർ ലീവ് എടുത്ത് ആരോ പറഞ്ഞൊരു വെളിച്ചത്തിൽ ഇവിടെ വരുന്നു, ഉടമ്പടി എടുക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. രണ്ടുപേരും കൂടെ കൈകൾ കോർത്ത് പിടിച്ച് എല്ലാ ദിവസവും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം വ്യക്തമായിട്ടൊരു ഉത്തരം നൽകുന്നു. ഹന്ന എന്ന് പറയുന്ന ഒരു 4-5 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞുമായിട്ട് ഇന്നലെ സാക്ഷ്യം പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം എപ്പോഴോ അത് അപ്ലോഡായിട്ടുണ്ട്. അപ്പോൾ ഈ ദൈവത്തിന് മുൻപിൽ അവർ ഓൾറെഡി പ്രാർത്ഥനയുള്ളവരാണ്, വിശ്വാസമുള്ളവരാണ്. പക്ഷേ അതിൻ്റെ പ്രയോറിറ്റിയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു.
എല്ലാ സാധ്യതകളും അടഞ്ഞതിന് ശേഷമാണ് ഇനി ദൈവത്തിന് മുമ്പ് മുട്ടുകടക്കാമെന്ന ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തണത്. അതെപ്പോഴും അങ്ങനെയാണല്ലോ. വീട്ടുകാരുടെ പ്ലാനും കഴിഞ്ഞ് എൻ്റെ പ്ലാനും പൊളിഞ്ഞ് അവസാനം ദൈവം ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നത് അതൊരു നന്മയുടെ ഒരു പാതയല്ലല്ലോ. ദൈവത്തിനോട് ചോദിച്ചിട്ട് ചെയ്യുമ്പോൾ പാളുന്ന പോലെ അല്ലല്ലോ എല്ലാ പ്ലാനും തകർന്നു കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ ഒരു സാക്ഷ്യം ഇന്ന് നിങ്ങൾ യൂട്യൂബിൽ കയറുമ്പോൾ ധന്യ എന്നാണെന്ന് പറഞ്ഞു. ആ പെൺകുട്ടി ഭാര്യയും ഭർത്താവുമായിട്ട് അവർ കുവൈറ്റ് സെറ്റിൽഡ് എന്നുമാണ്. അപ്പോൾ ഈ ദൈവത്തിന് മുൻപിൽ അവർ ചെയ്യുന്ന എക്സ്ട്രാ കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. ഉടമ്പടിയിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഒരു കുടുംബം മുഴുവൻ ഇങ്ങനെ മുട്ടുകുത്തി കണ്ണീരൊഴുക്കി ഈ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ, മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ പിന്നെ ഏത് ദൈവമാണ് സാന്നിധ്യം കൊടുക്കാതിരിക്കുന്നത്? അതൊരു ഭയങ്കര ശക്തിയാണ്. ഇവിടെ ഈ കുടുംബങ്ങൾ സാക്ഷ്യം പറയുന്ന സാക്ഷ്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് മാത്രം സ്ക്രോൾ ചെയ്തിട്ട് നോക്കിയാൽ മതി. കുറേ പേര് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അതിൽ കുഞ്ഞുങ്ങൾ ലഭിച്ച സാക്ഷ്യങ്ങൾ മാത്രം നോക്കിയാൽ. എൻ്റെ കുഞ്ഞിനെ ഏറ്റവും മൂന്നാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ 2 പിള്ളേരെ മുട്ടയെ നിർത്തി എല്ലാവരും കൂടെ ആ ചേച്ചിയുടെ വയറിൽ കൈവരിച്ച് കണ്ണീരോടെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിനെ കിട്ടണേന്ന്. ഇങ്ങനെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കും. ഇനി കുഞ്ഞിനെ നൽകിയില്ലെങ്കിലും ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം നൽകും. അതാ പറഞ്ഞത്. അപ്പോൾ അവർ ഈ കണ്ണീരൊഴുക്കിയ പ്രാർത്ഥന മാത്രമല്ല, ആ പ്രാർത്ഥനയോടൊപ്പം അവർ ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട്. നമ്മൾ കണ്ണീരൊഴുക്കി കുറേ പ്രാർത്ഥിച്ചിട്ട് മാത്രം ഒരു കാര്യമില്ല. അത് ഗതികിടുമ്പം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും. ഒരവസരം വരുമ്പോൾ നമ്മൾ എവിടെ പോകാനാ? പത്രോസ് ചോദിച്ചാണൊക്കെ, കർത്താവ് ഞങ്ങൾ എവിടെ പോകാനാ? നിൻ്റെ അടുക്കലല്ലോ. ഒരു ദിവസം എപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാവും ദൈവം മാത്രം ഉള്ളതെന്ന്. അതപ്പോൾ നമ്മൾ കണ്ണീരൊഴുക്കും, പ്രാർത്ഥിക്കും. അതൊരു ഗതികെട്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപ്, അതാണ് കർത്താവ് വചനത്തിൽ പറയാനുണ്ടല്ലോ, യുവാവേ നീ നിൻ്റെ യൗവനത്തിൽ സൃഷ്ടാവിനെ സ്മരിക്കാൻ പറയും. ആസ് ഏർലി ആസ് പോസിബിൾ ദൈവത്തെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നമ്മുടെ സമയം നമുക്ക് സേവ് ചെയ്ത് കർത്താവിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 19-60 വയസ്സ് കഴിയട്ടെ, 70 വയസ്സ് കഴിയുമ്പോൾ കൊന്തയൊക്കെ പിടിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഒരുപാട് ലേറ്റായി പോകും. പക്ഷേ ആ സമയം നമുക്ക് കിട്ടുമെന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ, നമുക്കറിയത്തില്ലല്ലോ 60-ഉം 50-ഉം ഒക്കെ പോവാന്ന്. അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ബോധ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മാതാവിനെ നമ്മൾ വിലയിരുത്തും. മാതാവിന് ദൈവത്തിന് മുമ്പിൽ കുറേ പ്രാർത്ഥിച്ചു കൂട്ടിയതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ഉള്ളത്. കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ച് കൂട്ടിയതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ആരെയും വിധിക്കുന്നതായിട്ട് നമ്മൾ പറയണില്ലല്ലോ. അതായത് നമ്മൾ സുവിശേഷം എല്ലാം നോക്കുമ്പോഴേക്കും അവർ ചെയ്ത കാര്യങ്ങൾ വെച്ചാൽ കർത്താവ് ഒരാൾ ജഡ്ജ് ചെയ്യണത്. വിധവ അവിടെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് പറഞ്ഞില്ലല്ലോ, വിധവയെ നോക്കൂ അവൾ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാനല്ലല്ലോ പറഞ്ഞത്, അവൾ ചെയ്തത് എന്താണ് നോക്ക്. അതിനെ വിമർശിക്കുന്നത് എങ്ങനെയാണ്? ഫരിസേയർ എല്ലാം ചെയ്യണുണ്ട്, അവരൊരു ചെറുവിരൽ പോലും മറ്റുള്ളവരെ സഹായിക്കണില്ല, അവർ വെള്ളം അടിച്ച് കുഴിമാടങ്ങളാന്ന് പറഞ്ഞ് വിമർശിക്കുക. അവരാവശ്യത്തിലുള്ള പ്രാർത്ഥിക്കണമല്ലോ, തെരുവീതികളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, തൊങ്ങലൂട്ടി പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ വിമർശനമൊക്കെ ഭയങ്കര ശക്തമാണ്. സത്യം പറഞ്ഞാൽ കർത്താവിന് വിമർശനം കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കർത്താവിന് എന്തുകൊണ്ടാണ് കുരിശിൽ തറച്ചതെന്ന്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട്, നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല. അന്നത്തെ അധികാര വൃന്ദങ്ങളെ നോക്കി ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു ചെറുപ്പക്കാരൻ അത് ഇത്രയും സപ്പോർട്ടോടുകൂടി പറയുമ്പം അവനെ അടിച്ച് കുരിശ് കയറ്റിയില്ലെങ്കിലേ ഉള്ളൂ. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്രിറ്റിസിസം അന്നത്തെ പൊളിറ്റിക്കൽ ഒരു ഇതിന് മേഖലയിൽ വെച്ച് പറയാനായിട്ടുള്ള ധൈര്യമായിട്ട് കർത്താവ് പറയാനുണ്ട്. അപ്പോൾ കർത്താവ് വിമർശിക്കണത് മുഴുവൻ സമരിക്കാരൻ്റെ ഉപമ എന്താണ്? പുരോഹിതൻ പോയി മൈൻഡില്ല. എന്താണ് പറയുന്നത്? പുരോഹിതൻ എന്തിനൊക്കെ കുർബാനയ്ക്ക് പോയതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് പോയി മൈൻഡില്ല. വിമർശനം എന്താണ് അവിടെയും പിന്നെയും പറയണത്? നിങ്ങൾ ചെയ്യണില്ലല്ലോ, ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്നുള്ള. അപ്പോൾ ഈ ഒരു കാര്യത്തെയാണ് ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത്. ഉടമ്പടിയിലെ ആളുകൾ 20% പ്രാർത്ഥനയും മറ്റുള്ളവർക്ക് പോകുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പുറത്തെ വീട്ടിൽ ഇറങ്ങണു, അപ്പുറത്തെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണു. ഇതെല്ലാം ചെയ്തിട്ട് ദൈവത്തിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അതൊരു 1.5 നിപ്പാണ്. ആ നിപ്പിന് ഒരു ശക്തിയുണ്ട്. ആ നിപ്പിൻ്റെ കൂട്ടത്തിൽ ദൈവം നമുക്കൊരു അനുഭവം തരും. ചുരുക്കുമ്പോൾ ഇങ്ങനെ പറയാണ്, നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരും വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്ന് കളിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് നിങ്ങളെന്ത് പറയും? പഠിക്കടാന്ന് പറയും, സ്വാഭാവികമായിട്ട് അങ്ങനെ പറയും. ഇനി ആ കുഞ്ഞു വന്ന് ചോദിക്കുകയാണ്, ഇപ്പം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മേനെ ചാക്കിടാനായിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ മാർഗ്ഗം, അമ്മ ആഗ്രഹിക്കുന്ന 2-3 കാര്യം ചെയ്തിട്ട് ഫ്രണ്ടിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും. ഇപ്പോൾ ഉദാഹരണം, ഇപ്പം നമ്മുടെ വീട്ടിൽ നടന്ന സംഭവം, വീട്ടിൽ അലക്കി വിരിച്ചിട്ടിരിക്കുന്ന തുണി എടുത്തിടുക, അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ അവിടെ വാഷ് ബേസിനിൽ എന്തെങ്കിലും അഴുക്കായിട്ടുള്ള പാത്രം ഉണ്ടെങ്കിൽ അത് കഴുകുക. മൂന്നാമത് സെറ്റിയിലുള്ള തുണി വൃത്തിയാക്കിയിടുക. ഇത് 3 ചെയ്തിട്ടാണ് അമ്മയുടെ മുമ്പിൽ പോകുന്നതെങ്കിൽ അമ്മച്ചി പറയും, കളിക്കാൻ പോകണം അല്ലേ. അപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇവനെ വെറുതെ വന്നിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് കളിക്കാൻ പോകുമെന്ന് പറയാമല്ലല്ലോ. ഇത്രയും ചെയ്തിട്ട് വന്നിട്ട് ഇവനോട് ഇതൊരു ഹ്യൂമൻ ലോജിക്കാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ഡിവൈൻ ലോജിക്ക് ഉണ്ട് ഇതിൽ.
അപ്പോൾ ദൈവം ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ. അതായത് നമ്മൾ ദൈവം ഇടപെടുമെന്നും പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ സഹായിച്ച് സ്വന്തം പ്ലേറ്റ് പോലും കഴുകാത്തവൻ അപ്പുറത്തെ വീട്ടിൽ ബാത്റൂമും കൂടെ കഴുകി ദൈവത്തിന് മുമ്പ് നിൽക്കുക, ദൈവമേ നീ പറഞ്ഞിട്ട് നീ ഇടപെടുമെന്ന് പറഞ്ഞ് ഞാൻ നാട്ടുകാർക്ക് മുഴുവൻ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഇന്ന് ആ പാവം ഒരു ചേച്ചിയുടെ സാക്ഷ്യം കിട്ടും. എൻ്റെ കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കാൻ പോയതാണ്, ഒരു പാവം കുടുംബത്തിന്. സത്യം പറഞ്ഞാൽ ഈ ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് കൂടുതൽ സാക്ഷ്യത്തിൽ ഒരാൾ. എൻ്റെ കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കാൻ പോയപ്പോൾ അവിടെ ഒരു കൊച്ച് കരയണമെന്ന്. അപ്പോൾ ആ ചേച്ചി ഉടനെ ആ കൊച്ചിൻ്റെ ഫീസ് അടച്ചിട്ട് ഈ ചെറുക്കൻ്റെ ഫീസ് അടയ്ക്കാതെ വീട്ടിൽ പോയതാണ്. അപ്പോൾ ഇത് ചെയ്യണത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് ചെയ്യണമെന്താ? എനിക്കറിയാം ഞാനിത് ചെയ്യുമ്പോൾ ദൈവം എനിക്ക് എന്തെങ്കിലുമായിട്ട് എൻ്റെ നിയോഗത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രഷർ ദൈവത്തിന് ഉടമ്പടിയിലൂടെ കിട്ടണുണ്ട്. കർത്താവാണെ പറയുകയും ചെയ്ത് എൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ ചോദിക്കുന്ന എന്തുകൊണ്ടും തരാമെന്ന്. അതുകൊണ്ട് ഇനി കളിക്കാൻ വിട്ടില്ലേലും ഇപ്പം അമ്മ എന്ന് പറഞ്ഞ് ഇപ്പം വെറുതെ എന്നിട്ട് ഇപ്പം അമ്മ അരമണിക്കൂർ ഞാൻ പഠിച്ചു കേട്ടാ, ഞാൻ ആ തുണിയൊക്കെ എടുത്ത് ഇട്ടായിരുന്നു. പിന്നെ വാഷ് ബേസിൽ കിടന്ന 3 അത് ഞാൻ കഴുകിയിട്ട് പിന്നെ അവിടുത്തെ സോഫയിലെ തുണി ഞാൻ റെഡിയാക്കി. ഇനി ഞാൻ കളിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പം അമ്മച്ചി അപ്പം എന്തു പറയും? അമ്മച്ചി അപ്പം അപ്പോടെ പറയും കളിക്കാൻ പോകണം അല്ലേ. അപ്പോൾ കാരണം കളിക്കാൻ വിടുമെന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും അമ്മ പറഞ്ഞിട്ടുണ്ട് കളിക്കാൻ എപ്പോഴും വിടാം. അപ്പോൾ ഇങ്ങനൊരു പ്രഷറിലേക്ക് വരും. അപ്പോൾ അമ്മ ഒന്നും തന്നില്ലെങ്കിൽ എന്ത് പറയും? ആ അടുക്കളപ്പുറത്ത് ഈ ഒരു ചോറ്റുപാത്രത്തിനകത്ത് 2 ലഡ്ഡു ഇരിപ്പുണ്ട്, അതെങ്കിലും എടുത്ത് കഴിക്കാൻ പറയും. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ആ ചെയ്ത ഒരു പോസിറ്റീവ് ആക്റ്റിനെ ദൈവം റെക്കഗ്നൈസ് ചെയ്യും. ഇത് ഉടമ്പടിയിൽ ഇങ്ങനെ ലാവിഷായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആവശ്യം, ഉടമ്പടിയിൽ നമുക്ക് ആവശ്യം ഈ ദൈവത്തിന് മുൻപിൽ ദൈവത്തിന് വേണ്ടി ഞാൻ റെഡിയാണ് എന്ന് മാമുദീസയിലും കുർബാനയിലും സ്ഥൈര്യലേപനത്തിലും തിരുപ്പട്ടത്തിലും പറയണത് പറച്ചിലൊന്നും കൊണ്ട് ഒരിക്കലും ദൈവത്തെ കറക്കാനായിട്ട് പറ്റത്തില്ല. അത് വേറെ, ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത് വേറെ. അപ്പം ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാനായിട്ട് നമ്മൾ 4 പേരെന്നെ തെറി പറഞ്ഞാലും ഞാൻ എൻ്റെ ഈശോനെക്കുറിച്ച് ഞാൻ അവരുടെയൊക്കെ പറയും എന്ന് പറഞ്ഞ് ഇങ്ങനെ ചങ്കൂറ്റത്തോടെ ഇറങ്ങി അവരുടെ മുമ്പിലോട്ട് ഇങ്ങനെ നിൽക്കാൻ ഒരാൾക്ക് പറ്റുമ്പം ദൈവത്തിന് മനസ്സിലാവും, എടാ ഇവൻ തല്ലുള്ളൂ എന്നറിഞ്ഞിട്ടും അവർക്ക് വിശ്വാസമില്ലെന്ന് അറിഞ്ഞിട്ടും അവർക്ക് ഈ ഉടമ്പടിയിലും മാതാവിനെ പോലും ഇഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ടും അവൻ അവരുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കണുണ്ടല്ലോ, ഇവനെ ഞാൻ എങ്ങനെയാണ് ആ ഒരു സ്റ്റാറ്റസ്, ആ ഒരു പവറിലേക്ക് ഒരു വ്യക്തി വരുമ്പം അവിടെ ദൈവം ആത്മാവിനെ നൽകി ശക്തിപ്പെടുത്തും. പത്രോസ് പേടിച്ചരണ്ടുന്ന പത്രോസാണ് ഈ ജനമധ്യത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങൾ കുരിശി തറച്ചു കൊന്ന കർത്താവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരാളുടെ മുമ്പിൽ പോയി ഈശോനെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു ആംബിയർ വേണം. പള്ളിയിൽ പ്രസംഗിക്കാനും ഈശോനെക്കുറിച്ച് അറിയാമെന്നൊക്കെ പറയുന്നില്ല. ഈ ഒരു കാര്യം ദൈവം സത്യമാണെന്ന് അനുഭവത്തിൽ നെഞ്ചത്തടിച്ച് പറയണമെങ്കിൽ അനുഭവം വേണം. അതിൽ കാറ്റഗിസം കൊണ്ടോ വീട്ടിൽ അപ്പച്ചനും അമ്മയും പറഞ്ഞു തരുന്ന കഥകളോ കൊണ്ടോന്നൊന്നും നമുക്ക് കർത്താവിനോട് ഇറങ്ങിത്തിരിക്കാൻ പറ്റത്തില്ല. ഇറങ്ങിത്തിരിച്ച് നോക്കണം. അപ്പോൾ ദൈവം കൂടെ നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. എൻ്റെ സ്നേഹമുള്ളവരെ, ഉടമ്പടി ഈ ദൈവത്തിനു മുൻപിൽ ആസ്തി ഉണ്ടാക്കുന്നൊരു പ്രവർത്തനമാണ്. ദൈവത്തിനു മുൻപിൽ ആസ്തിയിൽ ഏറ്റവും ബേസിക് കൂദാശ ജീവിതം. ക്രിസ്ത്യ വിശ്വാസത്തിലുള്ളവർക്ക് കൂദാശ ജീവിതം ആദ്യം ക്രമപ്പെടുത്തുക, 2 കൽപ്പനകൾ പാലിക്കുക, റെഗുലർ കൺഫെഷൻ. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ റെഗുലറൈസ്, ഇതുവരെ ചെയ്യാത്തവർ ഇത് റെഗുലറൈസ് ചെയ്യുമ്പോൾ തന്നെ ചെറിയ സാന്നിധ്യം ഉണ്ടായി തുടങ്ങും. അതാണ് ചെറുപ്പക്കാരുടെ സാക്ഷ്യത്തിൽ പറയണത്. ഇത് ഓൾറെഡി ഉള്ളവർക്ക് ഇനിയും കൂടുതൽ ചെയ്യേണ്ടിയിരിക്കും. പക്ഷേ ചെറുതായിട്ട് ചെയ്യുമ്പോൾ തന്നെ ഷെൽഫിലുള്ള ബൈബിൾ എടുത്ത് തുറക്കുമ്പോൾ തന്നെ അവന് കിട്ടും നീ അനുഗ്രഹിക്കപ്പെടുമെന്ന്. അപ്പോൾ ഇങ്ങനെ ദൈവം സംസാരിച്ചു തുടങ്ങും. അപ്പോൾ അവന് മനസ്സിലാവും ഇതിലൊക്കെ എന്തൊക്കെയോ സത്യമുണ്ട്, ഇതൊന്നും ഉടായിപ്പല്ല തട്ടിപ്പല്ലെന്ന് മനസ്സിലാവും. അത് അവൻ സ്വന്തമായിട്ട് മനസ്സിലാക്കുന്നത് വരെ ആര് പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല. അപ്പോൾ എൻ്റെ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത്യുന്നതനായ ദൈവത്തിന് വേണ്ടി ഇത്രയും ചെയ്ത അമ്മയെ പരിശുദ്ധനായ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തില്ലെങ്കിലല്ലോ അത്ഭുതം. ഏലിയ സ്വർഗത്തിലേക്ക് പോകുന്നു, കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നു ഒക്കെ പറയുമ്പോൾ അമ്മയെ അത്രത്തോളം സ്വർഗത്തിലൊരു സ്ഥാനം അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊരു സംശയത്തിൻ്റെയും കാര്യമില്ല. കാരണം ദൈവത്തിന് മുൻപിൽ പരിശുദ്ധ അമ്മയ്ക്ക് അത്രയും ശക്തിയും ആസ്തിയും വേറെ ആർക്കുമില്ല. ചുരുക്കുമ്പോൾ പറയുകയാണ്, ഇവിടെ വന്ന് ഒരുപാട് പേര് പ്രാർത്ഥിക്കുമ്പം എല്ലാവർക്കും അനുഭവം ഉണ്ടാകുന്നു. എല്ലാ ദിവസവും സുഹൃത്തുക്കൾ വരുമ്പോഴും അവർ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ പ്രേട ഇതിനകത്ത് കയറുമ്പം സംഭവം കുറച്ച് 5, 6, 10, 12 സെൻറ്റേ ഉള്ളെങ്കിലും ഇറങ്ങിക്കഴിയുമ്പോൾ എന്തോ ഒരു ലിവിങ് പ്രസൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വലിയ ദേവാലയങ്ങളിൽ പോയിട്ടുണ്ട്, അവിടെ ഒന്നും ഇല്ലാത്ത എങ്ങനെയാണ് ആ ഒരു, കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്തിട്ടുള്ള ഹൃദയം കൊണ്ട് കണ്ണീരൊഴുക്കി മാതാവിനോട് പ്രാർത്ഥിച്ച കണ്ണീരെല്ലാം ഇവിടെ കിടപ്പുണ്ട്. അതിന് ദൈവം കൊടുത്ത ഉത്തരങ്ങളുടെ സാക്ഷ്യങ്ങളുടെ ശക്തി ഇവിടെ കിടപ്പുണ്ട്. വർഷങ്ങളോളം ഈ ഇടത്ത് ചൊല്ലിക്കുട്ടിയ ജപമാലയുടെ ശക്തി ഇവിടെ കിടപ്പുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു നിക്ഷേപം ഇവിടെ കിടപ്പുണ്ട്.
ആ നിക്ഷേപത്തിൻ്റെ ഖനിയിലെ നമ്മളിങ്ങനെ ചൂടുള്ള അഗ്നിയിലേക്ക് നമ്മളിങ്ങനെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഒരു വാമപ്പടിക്കുന്നത് പോലെ, ഒരു ചൂടടിക്കുന്നത് പോലെ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ശക്തി നമുക്ക് അനുഭവിച്ച് കിട്ടും. അതുകൊണ്ടാണ് ഈ വഴി വന്ന് തൊട്ട് പ്രാർത്ഥിക്കുന്നവർ പോലും സാക്ഷ്യമായിട്ട് വരാനായിട്ട് കാരണം ഇടപെടുന്നത്. ഒരു സ്റ്റെപ്പ് എടുക്കണം. കർത്താവ് തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞാലേ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുള്ള പറയുന്നവരൊക്കെ നരകത്തിൽ പോട്ടെ എന്നാണ് കർത്താവ് പറയണത്. കർത്താവിൻ്റെ ടീച്ചിങ് അങ്ങനെയാണ്. കർത്താവ് നേരിട്ട് പറയണില്ലെങ്കിലും നരകാഗ്നിയിലേക്ക് നിങ്ങൾ എറിയപ്പെടുമെന്നാണ് പറയണത്. അതിൻ്റെ അർത്ഥം എന്താ? ദൈവം മാറ്റുവാനും തിരുത്തുവാനുമുള്ള സാഹചര്യങ്ങളും ആവശ്യത്തിന് പറയുവാനുള്ള ലക്ഷ്യങ്ങളും എല്ലാം നമുക്ക് ഇങ്ങനെ നൽകുമ്പം അതിലേക്ക് മറുതലിക്കാൻ നമുക്ക് ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതാണ് കർത്താവിൻ്റെ കരുണ. കർത്താവ് നേരിട്ട് വന്നിട്ട് പോലും വിശ്വസിക്കാത്ത ഒരു ജനസമൂഹം ജീവിച്ചിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളും ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാവരും വിശ്വസിച്ചിട്ട് ഞാനങ്ങ് വിശ്വസിക്കാമെന്ന് പറയുന്ന ലോജിക്ക് ഒരിക്കലും വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് കർത്താവ് തന്നെ തെളിയിച്ചിട്ടുണ്ട്. എൻ്റെ സ്നേഹമുള്ളവരെ, നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. കണ്ണുകളടച്ചിട്ട് നമ്മൾ ദൈവത്തിനു മുമ്പിൽ ഈശോയുടെ നാമത്തിൽ ഞാൻ എന്താണ് ഇത്രയും നാൾ ചെയ്തതെന്നുള്ളത് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഈശോയുടെ നാമത്തിൽ ഞാൻ ഇത്രയും നാൾ എന്താ ചെയ്തത്? ഞാൻ അപ്പനായതുകൊണ്ട്, അമ്മയായതുകൊണ്ട്, മകനായതുകൊണ്ട്, മകളായതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അത് എല്ലാവരും ചെയ്യുന്നുണ്ട്. എല്ലാ മതത്തിലുള്ളവരും ചെയ്യുന്നുണ്ട്, ദൈവത്തെ വിശ്വസിക്കാത്തവരും ചെയ്യുന്നുണ്ട്, ദൈവത്തെ വിശ്വസിക്കുന്നവരും ചെയ്യുന്നുണ്ട്. അതിലെന്ത് മേന്മയാണ്? കർത്താവ് പറയുന്നുണ്ട്, വിജാതീയരും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് മേന്മയുള്ളത്? വിശേഷ വിധിയാണ് നിങ്ങൾ എന്താ ചെയ്യണം? കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന, അത് എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ തീരുമാനങ്ങളാണെങ്കിലും ദൈവത്തിനു മുൻപിൽ അതെല്ലാം ഒരു ആസ്തിയായിട്ട് മാറ്റുവാൻ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുവാൻ. പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നോട് ചോദിച്ചിട്ട് നിനക്ക് അനുവാദം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുവാൻ. ഇനി നിനക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സമയം കൊണ്ടും ഞങ്ങൾ അങ്ങയുടെ നാം മഹത്വപ്പെടുത്തും. ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളൊരു വിരുന്ന് നടത്തുമ്പം നിങ്ങൾ വിളിക്കേണ്ടത് തിരികെ കിട്ടാത്തവരാണെന്ന് കർത്താവ് അതെല്ലാം ക്ലിയറായിട്ട് പഠിപ്പിച്ചിട്ടാണ് പോയത്. ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ, ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ എൻ്റെ പിതാവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളുടെ മേൽ നീ തൃക്കൺ പാർക്കണേ എന്നും എൻ്റെ ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ചെറിയൊരു അനുഭവം, അതൊരു പക്ഷേ ദൈവനിയോഗം പോലെ ഒരു മകനോ മകളോ അപ്പനോടോ അമ്മയോട് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ അപ്പ ഞാനിതെല്ലാം നിനക്ക് വേണ്ടി ചെയ്തു കേട്ടാ, ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ നീ ഒന്ന് ഇടപെടുമെന്ന് ചോദിക്കുന്ന ശക്തിയോടെ, ഭക്തിയോടെ, പ്രാർത്ഥനയോടെ ദൈവത്തിനു മുമ്പ് വ്യാപരിക്കുവാൻ നമ്മളെടുത്ത ഈ ഉടമ്പടിയിലെ കാര്യങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ.